15 വർഷത്തെ എൻ്റെ റിലേഷൻ അത് ഇങ്ങനെയൊക്കെ ബ്രേക്കപ്പ് ആവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്നാലും അവൻ അതൊന്നും പറഞ്ഞിട്ടിന് കാര്യമില്ല. പത്രത്തിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. PPF 15 വർഷത്തെ ലോക്കിംഗ് പീരീഡ്. അവൻ്റെ പുറകെ പോയ സമയത്ത് വല്ല PPF ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയ ബുദ്ധി ആന പിടിച്ചാൽ തിരിച്ചു കിട്ടും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടാക്സ് സേവ് ചെയ്യാൻ PPF നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. PPF ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് ഇൻകം ടാക്സ് റിബേറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മെച്യൂരിറ്റിയിൽ നമ്മളൊരു ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടും വരില്ല. എന്നാൽ PPF 15 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആണുള്ളത്. പക്ഷേ ടാക്സ് സേവിങ് ELSS ഫണ്ട്സിന് വെറും 3 വർഷത്തെ ലോക്കിംഗ് പീരീഡേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പം PPF ഒരു മാസം 12,500 രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 12,500ന്റെ 70% മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടായിരുന്നിട്ട് പോലും 15 വർഷത്തിന് ശേഷം ഫണ്ട്സിൽ നിന്നുള്ള റിട്ടേൺസ് PPF-നേക്കാളും 4 ലക്ഷം കൂടുതലായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ എല്ലാ വർഷവും 12% CAGR റിട്ടേൺസ് കണക്കാക്കിയിട്ടാണ് പറയുന്നത്. മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകൾക്ക് മാർക്കറ്റ് റിസ്ക് ഇവിടെയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ നിഫ്റ്റി 50ന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ PPF നിഫ്റ്റി 50നെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് നല്ലൊരു മാർജിൻ തന്നെ PPF-നെ മറികടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ കഴിഞ്ഞ 15 വർഷത്തിൽ PPF FDനെ 10 ലക്ഷത്തിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ PPF വേഴ്സസ് മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ അതിൽ വിന്നർ ആര് വേണമെങ്കിലും ആകാം. പക്ഷേ PPF വേഴ്സസ് FDയിൽ PPF തന്നെയാണ് ക്ലിയർ വിന്നർ. സോ ഇവിടെ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ബാലൻസ് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് 100- ഏജ് റൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇവിടെ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഓൾറെഡി PPF ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താഴെ നിങ്ങൾ PPF എന്ന് കമൻറ്റ് ചെയ്യുക.